കൂത്താട്ടുകുളത്ത് LDF കൗൺസിലറായ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് ആണെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ. CPIM അംഗമായ വനിതാ കൗൺസിലറെ CPIM എന്തിന് തട്ടിക്കൊണ്ടുപോകണമെന്നും CN മോഹനൻ പ്രതികരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള LDF കൗൺസിലർമാരെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചുവെന്നും CN മോഹനൻ ചൂണ്ടിക്കാണിച്ചു. അതേസമയം നഗരസഭയ്ക്ക് മുന്നിലുണ്ടായ സംഘർഷത്തിൽ അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെ UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. LDF നേതൃത്വം നൽകുന്ന കൂത്താട്ടുകുളം നഗരസഭാ ഭരണസമിതി അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനും എതിരെയുള്ള UDF അവിശ്വാസ നീക്കം പൊളിഞ്ഞതിന് പിന്നാലെയായിരുന്നു LDF കൗൺസിലറെ CPIM തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് UDF നേതാക്കളും പ്രവർത്തകരും നഗരസഭയ്ക്ക് മുന്നിൽ സംഘർഷം സൃഷ്ടിച്ചത്. UDFന്റെ ആരോപണം തീർത്തും തെറ്റാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരെ തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് ആണെന്നും CN മോഹനൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ നമ്മൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളെ കാണാനില്ല, തട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞാൽ ശരി, CPMന്റെ തല്ലൂരി വയ്ക്കുക. പക്ഷേ CPMന്റെ കൗൺസിലിൽ തന്നെ CPM തട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന പരാതി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവരുടെ മകനും മകളും ഉണ്ടല്ലോ, അവരോട് ഈ ഓഫീസിലേക്ക് വരാൻ പറ. അവരൊക്കെ ഈ പിള്ളേർ ഈ ഓഫീസിൽ ഇഷ്ടംപോലെ വന്നിട്ടുള്ളതാണ്, ഈ ഓഫീസിൽ വരാൻ പറ. അപ്പോൾ അവരെ കാണാനില്ല. ഈ അമ്മയെയും രണ്ട് മക്കളെയും തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? കോൺഗ്രസ്സാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളത് മാർക്സിസ്റ്റ് പാർട്ടി തട്ടിക്കൊണ്ടുപോകേണ്ട കാര്യം ഇരിക്കുന്നില്ല. നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉൾപ്പെടെയുള്ള LDF കൗൺസിലർമാരെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചുവെന്നും CN മോഹനൻ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ വിജയ അവിടെ കിടക്കണോ? CPIയുടെ കൗൺസിലറായ ഒരാൾ തൊഴിൽ കൊണ്ട് കിടക്കണോ? വേറൊരാൾ 3 പേര് കിടക്കുക, 3 സീൽ കിടക്കുവാണ്. അവരെ ചവിട്ടി മെതിച്ചു. അതേസമയം അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള LDF തീരുമാനത്തോട് സഹകരിക്കാൻ കലാരാജു തയ്യാറായിരുന്നുവെന്നും ഇത് തിരിച്ചറിഞ്ഞ് UDF പ്രവർത്തകരും അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെയുള്ളവരും ആസൂത്രിതമായി സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് CPIM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.